നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ വിധി പുറത്തു വന്നതിന് ശേഷം പ്രതികരണവുമായി അതിജീവിത രംഗത്ത് വന്നിരുന്നു. താൻ ഈ വിധിയിൽ തൃപ്തയല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. വിചാരണാഘട്ടത്തിൽ തന്നെ തനിക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടമായി എന്നാണ് അതിജീവിത സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഞ്ജു വാര്യരും ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മഞ്ജു വാര്യരുടെ പ്രതികരണം ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പിലായി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അത് കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം. ഇങ്ങനെയാണ് മഞ്ജു വാര്യർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് അതിജീവിത ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടമായി എന്ന് തന്നെയാണ് അതിജീവിത പറഞ്ഞത്. കേസിൽ തന്റെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും അതിജീവിത വ്യക്തമാക്കുകയും ചെയ്തു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കവേ അനധികൃതമായി അത് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ സമഗ്ര അന്വേഷണം നടന്നില്ല. കോടതിയുടെ അന്തരീക്ഷം കൂടുതൽ ശത്രുതാപരമായിരുന്നു. അതുകൊണ്ടാണ് 2 പ്രോസിക്യൂട്ടർമാർ പിന്മാറിയതെന്നും അവർ കുറിക്കുന്നു. തന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ടെന്ന്, ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുന്നതായിരുന്നു എന്നും അവർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിധിപ്പകർപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. 1709 പേജുകളുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നത്. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികൾക്കും 20 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1-ാം പ്രതി പെരുമ്പാവൂർ സ്വദേശി സുനിൽ എന്ന പൾസർ സുനി, 2-ാം പ്രതി കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി തമ്മനം സ്വദേശി ബി മണികണ്ഠൻ, 4-ാം പ്രതി കണ്ണൂർ സ്വദേശി VP വിജീഷ്, 5-ാം പ്രതി എറണാകുളം കുന്നുംപുറം സ്വദേശി H സലീം, 6-ാം പ്രതി തിരുവല്ല സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ജസ്റ്റിസ് ഹണി M വർഗീസ് ആണ് വിധി പ്രസ്താവം നടത്തിയത്.